എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഒരു മീൻകറിയായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വറ്റയാണ്. അപ്പോൾ നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് സെറ്റപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വേറെ മൺചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനം എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കറിക്കുണ്ടല്ലോ, കറിക്ക് ഏറ്റവും നല്ല വെളിച്ചെണ്ണ. അസാധ്യ ടേസ്റ്റ് ആണ് ഈ സാധനം, പ്രത്യേക രീതിയാണ് സംഭവം. കടുക് നമ്മള് വെള്ള കടുകാണ്. അപ്പൊ അവനൊന്ന് പൊട്ടി റെഡിയാകട്ടെ. മൺചട്ടി ആയതുകൊണ്ട് ചൂടാൻ സ്വല്പം താമസിക്കും, എന്നാലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടികൾ ചടപടി ഒരു 10-15 മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കിട്ട്. ഈ മറ്റേന്നൊക്കെ പറയുന്ന മീൻ പെട്ടെന്ന് വേകുന്നതാണ്. വെട്ടിയെടുക്കുന്ന ഒരു താമസം മാത്രമേ. അതിനൊരു മുള്ളുണ്ട് അതിന്റെ മുതുകത്ത്. അപ്പൊ ആ ഒരു മുള്ളൊന്ന് നമ്മൾക്ക് കളഞ്ഞെടുക്കുന്ന ഇച്ചിരി നമ്മുടെ സാൻഡ് പേപ്പർ പോലിരിക്കും. ആ സാധനം ഒന്ന് ചെത്തിക്കളയണം. അപ്പൊ അതേ നമ്മുടെ കടുക് ഏകദേശം പൊട്ടി റെഡിയായി അവന് സമാധാനത്തിൽ ഇപ്പോൾ കിടക്കുകയാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 വറ്റൽമുളക് രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഇവനെ ഒന്ന് ലയിപ്പിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കുണ്ടല്ലോ കുറച്ച് സാധനങ്ങളോട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. ഒരു എന്താ പറയുക, 1 ഇഞ്ച് ആവശ്യമുള്ളൂ. ഇതിനുണ്ടല്ലോ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന മീനിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, മീനിന്റെ എണ്ണം മാത്രം നോക്കിയാലല്ലോ അതിന്റെ വലിപ്പം കൂടെ വലിപ്പം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കൂടെ ചേർക്കുന്ന സാധനങ്ങൾ ചേർക്കാൻ. നമുക്ക് ഇതിൻ്റെ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല മീൻ പല വലിപ്പമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി നമ്മളൊരു 4 എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കീറി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒന്ന് മാറണം. എന്നാലേ അതിന്റെ ആ ഒരു ലയം എടുത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുഴുവൻ അങ്ങ് കീറിയിട്ടില്ല, പകുതി വരെ കീറി എടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടാലായിരുന്നു അതിന്റെ ആ ഒരു സുഖം. മീൻകറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഇച്ചിരി എരിയൊക്കെ വേണം, എന്നാലേ അതിൻ്റെ ഒരു. അപ്പൊ ഈ സാധനം തന്നെ ഇപ്പൊ കിടന്ന് മൂക്കുമ്പോണ്ടല്ലേ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മണം തന്നെ അടിപൊളിയാണ്. കറിവേപ്പില നമ്മളിപ്പോ ഒരു 2 കറിവേപ്പില മാത്രമേ കിട്ടുള്ളൂ. പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് കാര്യമല്ല, ടേസ്റ്റ് കറി കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സ്വല്പം ത്യാഗമൊക്കെ സഹിക്കണം. അപ്പൊ നമുക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ. അപ്പൊ തീ ഒന്ന് സിമ്മിലാക്കുക, വളരെ ലോയിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിയുള്ളതും വേണമെങ്കിൽ എടുക്കാം. പക്ഷെങ്കിൽ ഇതിനെ കളറാണ് ഇച്ചിരി കൊഴുപ്പും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രം എടുത്തത്. ഇത് കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇത് പണ്ട് നമ്മൾ ഏതോ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ്. നമ്മളപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി. പച്ചമണം മാറണം. വളരെ എളുപ്പം ചെയ്യാൻ കേട്ടോ. ഇതിന് വലിയ നോക്കണമെന്നില്ല. മീനൊന്ന് വൃത്തിയാക്കുന്ന താമസം. അപ്പൊ ഇനിയാണ് നമുക്ക് ഇതിനകത്തൊരു മെയിൻ ആയിട്ടൊരു സാധനം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണല്ലോ, ഇത് നമ്മൾ ഒരു 2 തക്കാളി നമ്മൾ ചുമ്മാ വെട്ടിക്കണ്ടിച്ച് മിക്സിക്കകത്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ. അപ്പൊ ഇനി അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് സാധാരണ ചിലപ്പോ നമ്മളുണ്ടല്ലോ ഈ തക്കാളിയായിട്ടിടും, പക്ഷെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് ഇതിന്. അതെ, ഇനി ഇതുപോലെ ഉണ്ടല്ലോ ഈ തക്കാളിക്ക് ഒരു പച്ചപ്പുണ്ടല്ലോ, അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് മാറണം. അപ്പൊ തീ ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുത്തിട്ട് വറ്റാതെ നന്നായിട്ട് അങ്ങ് വെന്തോട്ടെ. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നന്നായിട്ട് അതിന്റെ പച്ചപ്പ് കംപ്ലീറ്റ് കളറും മാറണം. അപ്പൊ അതൊന്ന് ആകുന്നവരെ നമുക്ക് 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ആ നേരത്ത് നമ്മൾ ഇപ്പുറത്ത് വേറെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. വഴറ്റി, അത് തന്നെ തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പൊ ഇതിന് ചെറിയ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യം സാധാരണ നമ്മള്
ഇതിന്റെ അകത്ത് തന്നെ ഇട്ടാ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം സംഭവം. ഇത് നമ്മൾ വഴറ്റി അതിനകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം റെഡിയാകും. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് തൂവി കൊടുക്കാം. അപ്പൊ ഒന്നും കൂടെ ഫാസ്റ്റ് ആയി കിട്ടും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് അത് നന്നായിട്ട് കൂറുകണം. ഈ നമ്മുടെ മൺചട്ടി ഇല്ലേ, മൺചട്ടി ഉപയോഗിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഒത്തിരി നേരം നമുക്ക് ഇങ്ങനെ എണ്ണയും ഗ്യാസ് സ്റ്റൗവിലൊക്കെ സാധാരണ അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, തീ മാനേജ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എന്തായാലും അങ്ങനെ നമുക്കൊരു പരീക്ഷണം നടത്തണ്ട. ഇതാണ് ഏറ്റവും എളുപ്പം. ഇത് ഒരു ടേസ്റ്റ് അപ്പൊ ഇതൊന്ന് വഴന്നോട്ടെ. അപ്പൊ ആ നേരത്തെ നമ്മുടെ ചാറ് കുറുകി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പച്ചപ്പ് ശരിക്കും നന്നായിട്ട് വേകണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതെ. അപ്പൊ ഇതൊന്ന് വഴന്നോട്ടെ, അതും ഒന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോഴുണ്ടല്ലോ അതായത് നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം എന്താ പറയുന്ന ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ആ നേരത്തെ നമുക്കുണ്ടല്ലോ സ്വല്പം കറിവേപ്പില ഇവിടെ ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പില കൂടണം കേട്ടോ, കൂടുതൽ വേണം. അന്നേരം അതിൻ്റെ ഒരു ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഉള്ളി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉള്ളി റെഡിയായി, കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഇതിനകത്ത് കോഴി വെക്കാം. അപ്പൊ ഏതായാലും ഉണ്ടല്ലോ നമ്മൾ സാധാരണ എപ്പോഴും ഒരേ പാത്രത്തിൽ ചെയ്യുന്നല്ലേ, ഈ രീതിയിലൊന്ന് പയറ്റി നോക്ക്. സംഭവം തീർച്ചയായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ പാത്രം ചോറ് പാത്രം കാലിയാന്ന് അറിയത്തില്ല. ഉള്ളിയുടെ അളവ് എന്തുമാത്രം കൂടിയാലും കുഴപ്പമില്ല. ഉള്ളിയുടെ അളവ് കൂടുന്നതനുസരിച്ച് അവന്റെ ടേസ്റ്റ് ചെറിയ ഉള്ളി ആണെങ്കിൽ വലിയ സവോള ആണെങ്കിൽ അത്രയ്ക്കും കൂടാതിരിക്കുന്നതല്ല. അപ്പൊ അതിന് മധുരം വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരുന്ന പോലൊന്നും അല്ല. ഒന്നൊന്നര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പൊ ഇത് മുഴുവനായിട്ട് നമ്മളിങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ നേരത്തെ നമുക്ക് ഇതിനകത്ത് വേറെ സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്തു നമ്മുടെ കുടംപുളിയാണ്. അപ്പൊ നമുക്കത് ചേർത്ത് കൊടുക്കാം. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് ഇട്ട് ആ ഒരു വെള്ളവും പുളിയും എല്ലാം കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കും. അതെ, നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല സെറ്റപ്പ് ആക്കി എടുത്ത കുടംപുളിയാണ്. നമ്മുടെ നാടൻ കുടംപുളിയാണ്. നാട്ടിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ള അരിയുടെ സാധനമാണ്. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തില് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒത്തിരി ഇനിയിപ്പോ വെള്ളത്തിന്റെ ആവശ്യമില്ല, കാരണം നമുക്ക് അത്യാവശ്യം നല്ല പൊടുത്ത ഗ്രേവി ഉണ്ട്. ഈ ഗ്രേവി ഉണ്ടല്ലോ, ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പ പറയാതിരിക്കുന്നത് ഇപ്പൊ തന്നെ വായുന്ന വെള്ളം വരും. അപ്പൊ ഇത് മുഴുവനായിട്ട് ചേർത്ത്. അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഇനി നമുക്കിത് ഇളക്കിയിട്ട് ഇനി നമുക്ക് സ്വല്പം കൂടെ തീയൊന്ന് കൂട്ടിയിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കണം. തിളക്കുന്നത് അതിൻ്റെ അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ വേഗം മീനാണ്, ഒത്തിരി നേരത്തിന്റെ. അപ്പൊ അതാണ് അടഞ്ഞിരുന്നിട്ട് നന്നായിട്ട് തിളക്കുക. എന്തുമാത്രം വെട്ടി തിളക്കാവോ അത്ര വെട്ടി തിളച്ചോട്ടെ. അതാണ് അതിന്റെ ഒരു ടേസ്റ്റിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പൊ നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പാത്രം അടഞ്ഞിരിക്കുകയാണെങ്കിലും മണം വെളി വരുന്നുണ്ട്. അത് തുറന്നു നോക്കാം. അപ്പൊ അതായത് നമ്മുടെ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ മീൻ ഇട്ടിട്ടുണ്ട്, ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു. ഗ്രേവി അതിന്റെ മണ്ടക്കോട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മീൻ വേണേ മുഴുവൻ കഷ്ണം, തീരെ പൊടി മീനൊക്കെ ആണെങ്കിലുണ്ടല്ലോ മുഴുവനായിട്ടില്ല, മുറിക്കൊന്നും വേണ്ട. ഈ നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ മീനെ മുറിക്കാറില്ലല്ലോ, അങ്ങനെ ഒരു വലിയ പീസായിട്ടല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഈ രീതിയിലാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ചെറിയ കഷ്ണങ്ങളാണെങ്കിലോ കുറെ കൂടെ അതിൻ്റെ അകത്തോട്ട് ടേസ്റ്റ് അല്ല, നമ്മുടെ ഈ ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ കയറും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ എല്ലായിടത്തും ഒന്ന് കോരി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇവരെ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്. അതിന് വേഗം അത്ര സമയം മതി, കൂടുതലൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ വേഗം 10 മിനിറ്റ് അടച്ചു വെക്കുക. അവരവിടെ ഇരുന്ന് വേഗട്ടെ. ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് വരാം. അപ്പൊ നമ്മുടെ കറി തിളയ്ക്കുന്ന സൗണ്ട് നമുക്ക് വെളിയിൽ കേൾക്കാം. അപ്പൊ ഇനി നമുക്ക് അതിന്റെ അടപ്പം തുറക്കാം. അടിപൊളി, എന്താ പറയുന്നത്, വെട്ടി തിളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് സ്വല്പം കായപ്പൊടി.
ഇത് സാധാരണ എല്ലാവരും ചേർക്കുന്നതാണോന്ന് അറിയത്തില്ല, പക്ഷെ ഇത് കൂടെ ഒന്ന് ചേർത്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇതെല്ലാം മുളപ്പിച്ചൊക്കെ ഇട്ടതല്ലേ, പക്ഷെ ഫ്രഷ് കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് കറിവേപ്പില. അപ്പൊ ഇനി തീ നിർത്തിയതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടെ ഒഴിക്കാണ്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ. ഇത് ചേർക്കണോ ഒരു നിർബന്ധമില്ല, പക്ഷെ ചേർത്താൽ അടിപൊളിയായി കേട്ടോ സംഭവം. എന്നിട്ട് ഇവനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 1/4 മണിക്കൂർ. ഇച്ചിരി കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നാളെ എടുക്കാൻ പറ്റുമെങ്കിൽ നാളെ അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പൊ അവിടെ അടഞ്ഞിരുന്ന് അതിന്റെ പുളി ഉപ്പ് കാര്യങ്ങളെല്ലാം അതിനകത്ത് പിടിക്കണം. അപ്പൊ ഈ മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി നേരം കൂടെ തിള നിൽക്കും. അപ്പൊ അടച്ച് അവനവിടെ ഭദ്രമായിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. സെപ്പറേറ്റ് ഉള്ളി വഴറ്റിയിട്ട് ആ ഒരു ഏർപ്പാടുണ്ടല്ലോ ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നുള്ള നമുക്ക് മനസ്സിലാവും. സംഭവം അടിപൊളി സാധനമാണ്. കാണുമ്പോ വിചാരിക്കോ ഇത് ഭയങ്കര മെനക്കാണല്ലേ രണ്ടായിട്ടൊക്കെ ചെയ്യണം, പക്ഷെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയത്തുള്ളൂ എന്റെ സംഭവം എന്തുവാണെന്നുള്ളത്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ അത് പറഞ്ഞേക്ക്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്തു. പിന്നെ ലൈക്കും എന്താ പറയുന്ന ബാക്കി സാധനങ്ങൾ ആ ഓളം എന്നുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു. ആരും ഒന്നും പറയത്തില്ല, എല്ലാം ചെയ്തു വെച്ചു. അപ്പം നല്ല വ്യത്യസ്തമായ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.